രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം നേമം സ്വദേശി രാജേഷിന് വിട നൽകാൻ നാട് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും. മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിച്ചു. സ്വന്തം ജീവൻ നൽകി രക്ഷാപ്രവർത്തനം നടത്തിയ രാജേഷിന്റെ കുടുംബത്തെ സർക്കാർ സഹായിക്കും. വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. കണ്ണൂരിലെ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് രാജേഷിന് ജീവൻ നഷ്ടമായത്. സനിസയാണ് ചേരുന്നത്. സനിസ, കേരളത്തിന് ആകെ തന്നെ വേദനയായ ഒരു വിയോഗമാണ് രാജേഷിൻ്റേത്. തീർച്ചയായും അവിടെ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനമൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ ഔദ്യോഗിക ബഹുമതികൾ നൽകി അല്പസമയം കൊണ്ട് തന്നെ മൃതദേഹം സംസ്കരിക്കാനായി എടുക്കും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടാവും. അല്പസമയം മുൻപാണ് ഔദ്യോഗിക ബഹുമതികൾ നൽകി സംസ്ഥാനം രാജേഷിനെ ആദരിച്ചത്. കണ്ണൂർ ചെറുപുഴയിൽ വലിയ തരത്തിൽ മലമുകളിൽ എവിടെ ഉരുൾപൊട്ടി എന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നതാണ്. ബെന്നി എന്ന കർഷകന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അവസാന വട്ടവും തൻ്റെ ജീവൻ രക്ഷാ ജാക്കറ്റ് അടക്കം നൽകിക്കൊണ്ട് ബെന്നി എന്ന കർഷകന്റെ ജീവൻ രക്ഷിച്ചതിന് ശേഷമാണ് രാജേഷ് എന്ന രക്ഷാപ്രവർത്തകന്റെ മടക്കം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ രാജേഷിന്റെ അച്ഛന്റെ വാക്കുകൾ കേട്ടു. രാജേഷ് എപ്പോഴും ഇത്തരത്തിൽ 2018 പ്രളയം വന്നപ്പോഴും വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോഴൊക്കെ അവിടെ ഓടിയെത്തിയ, ഈ മഴക്കാലത്ത് എവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഓടിയെത്തുന്ന, തമിഴ്നാട്ടിലടക്കം പോയി രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ കഴിയുമെന്ന് കരുതുന്നു. ഇപ്പോൾ അവസാനമായി രാജേഷിനെ ഒരു നോക്ക് കാണാൻ ഇവിടെ നൂറുകണക്കിന് പേരാണ് എത്തിയത്. രാജേഷിന്റെ മൃതദേഹം എടുക്കുകയാണ്. സംസ്കാരത്തിന് വേണ്ടി വിട നൽകാനായി നാടും കേരളവും ഒന്നാകെ നിൽക്കുന്ന ഒരു സമയമാണ്. മൃതദേഹം ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഉടൻ അല്പസമയത്തിന് ശേഷം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നമുക്കറിയാം, കഴിഞ്ഞ 4 ദിവസമായി രാജേഷിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു. കണ്ണൂർ കർണാടക വനാതിർത്തിയിൽ എവിടെയെങ്കിലും രാജേഷ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളും മങ്ങിക്കൊണ്ട് തന്നെ തേജസ്വിനിയുടെ നദിയുടെ തുരുത്തിൽ നിന്ന്, നടുവിലായിട്ടുള്ള ഒരു തുരുത്തിൽ നിന്ന് രാജേഷിന്റെ മൃതദേഹം ലഭിക്കുകയായിരുന്നു. ആ പ്രതീക്ഷകൾ മങ്ങിയ ശേഷം ഇന്ന് 5-ാം ദിവസം രാജേഷിന്റെ മൃതദേഹം വീട്ടിലെത്തി. നിരവധി സാംസ്കാരിക മേഖലയിലുള്ളവർ, നാട്ടുകാരും നൂറുകണക്കിന് ആളുകളാണ് രാജേഷിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയത്. മന്ത്രിമാരായ PC വിഷ്ണുദാസ്, സണ്ണി ജോസഫ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി VD സതീശനും രാജേഷിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയ ശേഷം കുടുംബത്തിനെ കണ്ട് ആശ്വസിപ്പിച്ചു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാജേഷിന്റെ വീടിന്റെ പണി പൂർത്തിയായിരുന്നില്ല. ചെറിയ ചില കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. രാജേഷിന്റെ വീടിന്റെ പണി അത് സർക്കാർ നടത്തും. ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ രാജേഷിന് സർക്കാരും കേരളവും ഒന്നടങ്കം ഒപ്പമുണ്ടാകുമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. എന്തായാലും വലിയ കഷ്ടമാണ്. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ രാജേഷിൻ്റെ വീടിൻ്റെ മുറ്റത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു. അത്തരത്തിൽ അടുത്തുള്ള PHSCയുടെ വളപ്പിലായിരുന്നു പൊതുദർശനം അടക്കം നടന്നത്. വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. കൂടാതെ തന്നെ രാജേഷിൻ്റെ സഹോദരൻ അനിയൻ 2 വർഷം മുൻപാണ് ഒരു ട്രെയിൻ അപകടത്തിൽ മരിച്ചത്. ഇപ്പോഴും രാജേഷും വിടവാങ്ങി. ചെറിയ 2 മക്കൾ, ആ മകൻ്റെ കണ്ണീരൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയും വിഷമകരമായ ഒരു അവസ്ഥ എന്ന് തന്നെ പറയാം. എപ്പോഴും ഈ ദുരന്ത നിവാരണത്തിൽ ഇത്തരം മാലാഖമാരെന്നൊക്കെ നമുക്ക് പറയാം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട്, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്വന്തം ജീവൻ പണയം വെച്ച് ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്ന മനുഷ്യരെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു ഉദാഹരണമായി രാജേഷും മാറുകയാണ്. ഉടൻ തന്നെ രാജേഷിന്റെ മൃതദേഹം സംസ്കരിക്കും. അങ്ങനെ രാജേഷിന് വിട നൽകാൻ നാടും കേരളവും ഒന്നാകെ ഒരുങ്ങി എന്ന് തന്നെ പറയാം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് തന്നെ ആദരം നൽകി ബഹുമതികളോടെയാണ് സംസ്ഥാനം രാജേഷിനെ മടക്കുന്നത്. വളരെ വിഷമം തോന്നുന്ന കാഴ്ചകളായിരുന്നു. ആ കുടുംബത്തിന് അത്താണിയില്ലാത്ത ഒരു സാഹചര്യം. എന്നാൽ സംസ്ഥാനം ഒരു കൈത്താഗ് നൽകുന്നു. അനിയൻ 2 വർഷം മുൻപാണ് മരിച്ചത്. ആ അച്ഛൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇടറിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. അപ്പോഴും അദ്ദേഹം പറയുന്നത് അവന് ഹരമായിരുന്നു ഈ സാഹസികത, ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നത്. എപ്പോഴും അവൻ വെള്ളത്തിൽ ഇറങ്ങുന്നത് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വിട നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക്, സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഷാമിലി. ശരി, സനിസയാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.